കോക്കാത്തോട് പത്തനംതിട്ട ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീട് തകർന്നു. 75-കാരിയായ പൊന്നമ്മയ്ക്ക് പൊള്ളലേറ്റു. ശ്രീജിത്ത് ശ്രീകുമാരൻ ചെയ്യുന്നു. ശ്രീജിത്ത്, അപകടമുണ്ടായത് എങ്ങനെയാണ്? വയോധികയുടെ ആരോഗ്യനില എങ്ങനെയാണ് ശ്രീജിത്ത്? ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. കോക്കാത്തോട് ഒരു വനപ്രദേശമാണ്, വനമേഖലയോട് ചേർന്ന മേഖലയാണ്. അതുകൊണ്ട് വാർത്തകൾ പുറത്തു വരാൻ അല്പം വൈകി. എന്തായാലും ഈ വീട് പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. 1970 കല്ലുകൊണ്ട് നിർമ്മിച്ച വളരെ ബലമുള്ള വീടാണ്. ഇതിലൊരു നിറച്ച സിലിണ്ടർ ആയിരുന്നു അത് പൂർണ്ണമായി പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഗ്യാസ് ഓൺ ചെയ്ത ഉടൻ തന്നെ സിലിണ്ടർ പൊട്ടിത്തെറിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഗുരുതര പൊള്ളലേറ്റിട്ടുണ്ട് ഈ 75-കാരി പൊന്നമ്മയ്ക്ക്. ഇവരെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവന്നു. അതിനുശേഷം പത്തനംതിട്ടയിൽ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഇവർക്ക് കാര്യമായ രീതിയിലുള്ള പൊള്ളലേറ്റിട്ടുണ്ട്. ICUലാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ബന്ധുക്കളുടെ അടക്കം പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റാരും തന്നെ ഈ വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. അത് ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. എന്തായാലും ആരോഗ്യനില സംബന്ധിച്ച് അല്പസമയത്തിന് ശേഷം നമുക്കൊരു അപ്ഡേറ്റ് നൽകാനാകും. എന്തായാലും ഞെട്ടിക്കുന്ന സംഭവമാണ്. മറ്റൊരു നിറച്ച കുറ്റി ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു, ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ഉടൻ തന്നെ ശബ്ദം കേട്ട് ആളുകൾ വന്ന് അത് എടുത്തു മാറ്റിയതിനാലാണ് മറ്റൊരു അപകടം കൂടി ഒഴിവായത്. എന്തായാലും ഞെട്ടിക്കുന്ന വാർത്തയാണ്. പൂർണ്ണമായി ആ വീട് തകർന്നിട്ടുണ്ട്. ഒരു 1970 കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച വീടാണ് പൂർണ്ണമായി ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതോടുകൂടി തകർന്നിരിക്കുന്നത്. ഇവരുടെ ഈ പൊന്നമ്മയുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് നൽകാനാകും. ശ്രീജിത്ത്, ഈ 75-കാരിയായ പൊന്നമ്മ മാത്രമായിരുന്നു വീട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് വലിയ സ്ഫോടനം പോലെ തോന്നുന്നു. ആ വീട് ഏതാണ്ട് മൊത്തത്തിൽ പൊളിഞ്ഞിട്ടുണ്ട് ശ്രീജിത്ത്. തീർച്ചയായും ഈ 75-കാരി പൊന്നമ്മ മാത്രമായിരുന്നു ആ സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നെന്ന് മനസ്സിലാക്കുന്നു. ഇവരുടെ മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ തൊട്ടപ്പുറത്തെ പ്രദേശത്തായിരുന്നു എന്നാണ് നമുക്ക് നമ്മുടെ പ്രാദേശിക പ്രതിനിധി നൽകുന്ന വിവരം. എന്തായാലും ഇവർ മാത്രമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. എന്തായാലും പൂർണ്ണമായി തന്നെ ആ വീട് തകർന്നിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഏറ്റവും ആദ്യം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്സ് അല്പസമയത്തിനകം തന്നെ നൽകാനാകും. എന്തായാലും മറ്റ് തരത്തിലുള്ള വലിയൊരു അപകടത്തിലേക്ക് തൊട്ടപ്പുറത്തേക്കൊക്കെ വീടുകളുണ്ട്. ആ മേഖലയിലേക്ക് പടർന്നു പിടിക്കാതിരുന്നത് ആ നിറച്ച മറ്റൊരു കുറ്റി കൂടി പെട്ടെന്ന് തന്നെ നാട്ടുകാർ ഇടപെട്ട് അല്ലെങ്കിൽ ബന്ധുക്കൾ ഇടപെട്ട് മാറ്റിയതോടുകൂടി മാത്രമാണ്. എന്തായാലും പൊന്നമ്മയുടെ ആരോഗ്യനില സംബന്ധിച്ച് ഗുരുതരമായി തുടരുന്നു എന്നൊരു ഫസ്റ്റ് അപ്ഡേറ്റ് മാത്രമേ ഉള്ളൂ. അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാനാകും. ഇത് ഒരു ഗ്യാസ് കുറ്റി മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റേ ഗ്യാസ് കുറ്റി എടുത്തു മാറ്റി. ഇപ്പോൾ ഒരു ഗ്യാസ് കുറ്റി പൊട്ടുമ്പോൾ തന്നെ ഇത്ര വലിയ മാരകമായൊരു ഒരു തകർച്ചയിലേക്ക് കാര്യങ്ങൾ പോയാൽ മറ്റേത് എടുത്തു മാറ്റിയത് വലിയ ദുരന്തം ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകണം ശ്രീജിത്ത്. തീർച്ചയായും ഹാഷ്മി, അങ്ങനെ തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് പൂർണ്ണമായി നമുക്ക് ആ ദൃശ്യങ്ങൾ അനു വിളകൊള്ളൂർ എന്ന പ്രാദേശിക പ്രതിനിധിയാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. അനുവിന്റെ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമാണ്. കിലോമീറ്ററുകൾ സഞ്ചരിക്കണം കൊക്കാത്തോട്ടേക്ക്. അവിടെ കഴിഞ്ഞതിന് ശേഷം വനത്തോട് ചേർന്നുള്ള ആ പ്രദേശമാണ്. സ്വാഭാവികമായി ആ മേഖലയിൽ ഇത്തരത്തിലൊരു പൊട്ടിത്തെറി നടന്നിട്ടുണ്ട് എങ്കിൽ ഇങ്ങോട്ട് വാഹന സൗകര്യമൊക്കെ വളരെ കുറവാണ്. പത്തനംതിട്ടയിലേക്ക് ജീപ്പ് അടക്കമുള്ള മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ അത്തരത്തിൽ വാഹനത്തിൽ ആളുകളെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. എന്നാലും ആ മറ്റൊരു നിറച്ച കുറ്റി പെട്ടെന്ന് തന്നെ മാറ്റി. അതുകൊണ്ട് ആണ് അത് ഏറ്റവും എടുത്തു പറയേണ്ട ഹാഷ്മി. 1970 നിർമ്മിച്ച വർഷങ്ങൾ പഴക്കമുള്ള കല്ലുകൊണ്ടൊക്കെ നിർമ്മിച്ച വീടാണ്. അതാണ് ആ കരിങ്കല്ലൊക്കെ തകർത്തുകൊണ്ട് പൂർണ്ണമായി. എന്തായാലും വലിയ സ്ഫോടനമാണ് ഉണ്ടായത്. ഒരു ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ചു. ആ വയോധിക ഉണ്ടായിരുന്ന അവരുടെ ആരോഗ്യനിലയെ പറ്റി അപ്ഡേറ്റ് അല്പസമയത്തിനും നൽകാനും കഴിയും. ഒന്നും പറ്റാതിരിക്കട്ടെ.